പിന്നെ ഒരു തിങ്കളാഴ്ച കൂടെ ദൈവസ്ഥനിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ തിങ്കളാഴ്ച വരെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. സ്തോത്രം. ഇത് കേൾക്കുന്നത് പല ഭാഗത്തിരുന്ന് ആമേൻ പല രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ആമേൻ പുതിയ നിയമത്തിനകത്ത് നിന്ന് ഇപ്പോൾ വായിച്ച വാക്യം എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളത് ആയ ആമേൻ സ്തോത്രം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതും. അപ്പൊ ശ്രദ്ധിക്കണം, ഈ വചനം എന്ന് പറയുന്നത് സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്താൽ ചില അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. അപ്പോൾ ഈ വചനം ദൈവത്തിന്റെ വചനം സ്തോത്രം ഒന്ന് അത് ജീവനുള്ളതാണ്. അപ്പോൾ ഈ വചനം നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയത്തില്ല. ഈ വചനത്തിനകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്. സ്തോത്രം. അതാണ് വചനം പറയുന്നത്, നിനക്ക് കഴിവുള്ളപ്പോൾ ഈ വചനത്തെ നീ ചുമക്കുമെങ്കിൽ സ്തോത്രം നിന്റെ കെപ്പ് അല്ലെങ്കിൽ നിനക്കൊരു ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ഞാൻ നിന്നെ ചുമന്നുകൊള്ളാം. സ്തോത്രം. അപ്പോൾ നമ്മെ ചുമക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നാം ആ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനകൾ സ്തോത്രം, ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്തോത്രം, ആ ദൈവത്തിന് കൊടുക്കേണ്ട ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട നന്ദി ദൈവത്തിന് കൊടുക്കാൻ മറക്കരുത്. സ്തോത്രം. പലപ്പോഴും ആമേൻ വചനത്തിന് മുമ്പിൽ ആരും ഇരിക്കാൻ ആമേൻ ഹല്ലേലൂയ സമയം കണ്ടെത്തുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും മൊബൈലിൽ കൂടെയും മറ്റു നിലയിൽ കൂടെയും സമയങ്ങൾ വേർതിരിച്ചങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ആർക്കും ഒന്ന് സമയം വേർതിരിച്ചിരിപ്പാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും. സ്തോത്രം. അപ്പോ ശ്രദ്ധിക്കണം. ആമേൻ ഒരിക്കലൊരു ദൈവഭക്തൻ തന്റെ വാഹനയാത്രയിൽ താൻ യാത്ര ചെയ്യുന്ന സമയത്ത് തന്റെ ഭാര്യയും താനും കൂടെ യാത്ര ചെയ്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് യാത്ര ചെയ്ത് വരുമ്പോ ഇത്തിരി വൈകി രാത്രി ആയിപ്പോയി. അപ്പോ ചില കള്ളന്മാർ തന്നെ സ്തോത്രം അപായപ്പെടുത്തുവാൻ വാളും വടികളുമായി ചാടി മുമ്പിൽ വന്നപ്പോൾ താൻ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, സ്തോത്രം, നീ ഒരു കാര്യം ചെയ്, ആ ബാഗിനകത്തിരിക്കുന്ന ഇരുവായ്ത്തലയുള്ള വാളെടുക്കാൻ പറഞ്ഞു. സ്തോത്രം. ഈ തന്നെ അപഹരിപ്പാൻ വന്ന, തന്നെ തകർക്കുവാൻ വന്ന, സ്തോത്രം, തന്നെ സ്തോത്രം ഹല്ലേലൂയ നശിപ്പിക്കാൻ വന്ന, കൊള്ളയിടാൻ വന്ന ശത്രുക്കൾ നോക്കിയപ്പോൾ അവരെ വാളെല്ലാം ഒരു തല മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നത്? ആ ഇരുവായ്ത്തലയുള്ള വാളെടുക്കാൻ ബാഗിനകത്ത് പറഞ്ഞപ്പോൾ ഇവർ പേടിച്ചുപോയി. ഇവർ കൊണ്ടുവന്ന വടിവാളെല്ലാം ഉപേക്ഷിച്ച് അവർ അവിടെ ആളുകൾ ഒന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി. ദൈവവചനം ശ്രദ്ധിക്കണം. ഈ വചനമെന്ന് പറഞ്ഞാൽ അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. സ്തോത്രം. അത് സ്തോത്രം വേറെ ആരിലിരിക്കുന്നേക്കാൾ നല്ല പവർഫുള്ളായ വാളാണ്. ഈ വാളാണ് കെരൂബുകളുടെ നടുവിൽ ദൈവം കൊടുത്തത്. സ്തോത്രം. ആദമ്യവർക്കം പാപം ചെയ്ത് വിലക്കപ്പെട്ട കനിയായ സ്തോത്രം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് യഹോവയായ ദൈവം കൽപ്പിച്ച ആദമും ഹവ്വയും മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്ക തുണ ഉണ്ടായിക്കൊടുത്ത് സ്തോത്രം ഏതെങ്കിലും തോട്ടം കായ്പാൻ അവരാക്കുമ്പോൾ ഇവരോട് പറഞ്ഞത് ബാക്കിയെല്ലാം നിനക്ക് ഭക്ഷിപ്പാം. പക്ഷേ ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഈ നന്മ തിന്മകളെ കുറിച്ച് ഉള്ള ജീവന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ശക്തമായി പറയട്ടെ, ദൈവം എന്താണോ വിലക്കുന്നത് അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം വിലക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വിലക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകപ്രകാരം നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ സ്തോത്രം ഒരു വാക്ക് കമ്പിവാചകത്തിൽ പറഞ്ഞു പോകട്ടെ, സകല ശൃംഗാര ഗോപുരങ്ങളും അടയുമെന്ന് തിരുവെഴുത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ അടഞ്ഞില്ലേ 2020 സകല ശൃംഗാര ഗോപുരങ്ങളും ദൈവം അടച്ചിട്ടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ.
മനുഷ്യൻ സമയം ഇല്ലാത്ത മനുഷ്യൻ സമയം കണ്ടെത്തി ഓടുന്ന, ശൃംഖരിപ്പാൻ ഓടുന്ന ക്ലബ്ബുകളും തിയേറ്ററുകളും സകലതും ദൈവം അടച്ചിട്ടില്ലേ കുറച്ച് ദിവസത്തേക്കെങ്കിലും? എന്താ കാര്യം? തിരുവചനം നിറവേറണം സഹോദര, തിരുവചനം നിറവേറണം. ആ തിരുവചനത്തിന് മുമ്പിൽ നിനക്ക് ഇരിക്കാൻ സമയം കിട്ടാതെ നീ ക്ലബ്ബുകളിലും വസ്ത്രമെടുത്തും ഉടുക്കാതെയും നീ അവിടെ ആടിത്തുമിർക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിപ്പാൻ സമയം വേർതിരിച്ചു. സ്തോത്രം. ആ ഒരു വർഷം 2020 കേൾക്ക്. ഈ പകൽക്കാലം കേൾക്കാതെ പോകരുത്. ആത്മാവ് തൊട്ടുപറയുകയാണ്. ഹല്ലേലൂയ. ഈ വാള് ഇരുവായ്ത്തലയുള്ളതാ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ പലപ്പോഴും നമ്മൾ കർത്താവിനോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പലതും നമുക്ക് കിട്ടാറുണ്ട്, ചിലത് കിട്ടാറില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ആദമ്യഭാവത്തിന്റെ മുമ്പിൽ വിലക്കപ്പെട്ട കനിയായിരിക്കുന്ന ആ വൃക്ഷഫലത്തിൽ നിന്നാൾ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ അത് സംഭവിച്ചു. അത് ശാരീരികമായ മരണമല്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് ആത്മീയമായ മരണമാണ്. ദൈവം അവരെ തേജസ് കൊണ്ട് അലങ്കരിച്ചില്ലേ? ഹല്ലേലൂയ. നഗ്നത കാണാതെ ദൈവം തേജസ് കൊണ്ട് അവരുടെ അവയവങ്ങളെ മറച്ചു. സ്ത്രീയുടെ അവയവം പരിശുദ്ധാത്മാവ് കൊണ്ട് മറച്ചു. പുരുഷന്റെ അവയവം പരിശുദ്ധാത്മാവ് കൊണ്ട് മറച്ചു. ഇവർ എപ്പോഴാണോ ആ വൃക്ഷഫലം തിന്നത് അപ്പോൾ അവിടെ പ്രൈസ് ദി ലോർഡ് നഗ്നത പരസ്പരം അറിയുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, നിന്നോടാ പറയുന്നത്. സ്നാനപ്പെട്ട ദൈവവൈതലേ, നിന്നോടാ പറയുന്നത്. കുർബാന എടുത്ത വൈതലേ, നിന്നോടാ പറയുന്നത്. ഹല്ലേലൂയ. നീ സ്നാനപ്പെട്ടിട്ടും നീ കുർബാന എടുത്തിട്ടും നീ കർത്താവിനെ രക്ഷിതായി സ്വീകരിച്ചിട്ടും ഇപ്പോഴും നിന്റെ പഴയ മനുഷ്യനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുനടക്കുകയാണോ? വചനം പറയുന്നു, ഇരുളും വെളിച്ചവും തമ്മിൽ ഒരേപോലെ ഒരിടത്ത് വസിക്കത്തില്ല. അതാ ദൈവത്തിന്റെ ശബ്ദം. ഒരിക്കലും സ്തോത്രം, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. കൈസറിനുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന് നമ്മൾ പഠിക്കുന്നതും പോലെ ഈ പകൽക്കാലം ആത്മാവ് തൊട്ടു പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് വല്ല കാര്യവും അസാധ്യമായതുണ്ടോ? ആദമ്യവർഗത്തിന്റെ പാപത്തിന് ശിക്ഷ ദൈവം വിധിപ്പാനിടയായി. ആദമിനെ ഹവ്വയെയും അടിച്ചു പുറത്തിറക്കി. അവരെ വെറുതെ നഗ്നമായി വിട്ടില്ല. അവിടെ ഒരു കുഞ്ഞാടർക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇവരുടെ പാപമുഖാന്തരം ഒരു കുഞ്ഞാട് അവിടെ അറുക്കപ്പെട്ടു. ആദിയിൽ ദൈവാകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ വെള്ളത്തിന്റെ മീതെ ഇരുൾ പ്രവർത്തിച്ചതുപോലെ അതെല്ലാം മാറ്റി കർത്താവിന്റെ തേജസ് കൊണ്ട് ദൈവം ഭൂമിയെ ഒന്ന് മൂടി മറച്ചിരുന്നു. ആ തേജസ്സിനെ ശത്രു അപകരിച്ച് ഇരുട്ടാക്കി. എന്നതെല്ലാം മാറ്റി ദൈവം ഇരുട്ടിനെ മാറ്റി വെളിച്ചം ഉദിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൈതല്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവരെ ഉടുപ്പിക്കേണ്ടതിന് അത്തിയില കൊണ്ട് ഹവ്വേ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞ് ഏദൻ തോട്ടത്തിലേക്ക് വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെ അവർ അത്തിയില കൊണ്ട് അവർ നഗ്നത മറച്ചു മാറിയിരിക്കുകയാണ്, ഒളിച്ച്. അല്ലയോ ദൈവമേ, ഞങ്ങൾ നഗ്നരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അവരെ വിളിച്ചു. ഹല്ലേലൂയ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയെ ഭർത്താവ് കുറ്റം പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ കുറ്റം പറഞ്ഞു. അതിന്നുമില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും നടക്കുന്നുണ്ട് ഈ സംഭവമല്ലേ? ഹല്ലേലൂയ. ഭർത്താവ് അവിടെ ഇല്ലാത്ത സമയത്ത് ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ ആ ശത്രു വന്നത് അത് ആ ഭാര്യ മാറ്റിവെച്ചു. ദൈവസ്ഥലിൽ കള്ളം പറഞ്ഞു. ആ കള്ളം ഇന്നും ഭാര്യ ചെയ്യുന്ന കുറ്റം ഇന്നും ഭർത്താക്കന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ലേ? ആദമ്യവർക്കും അന്ന് ചെയ്തത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ, കൂടുതലും ദൈവമക്കളുടെ ഇടയിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അവരെ അടിച്ചു പുറത്താക്കിയ ശേഷം ദൈവം അവരെ ഹല്ലേലൂയ അവരെ ആട്ടിന്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ദൈവവൈതലേ, ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല. എന്നാൽ ഇവരെ അടിച്ചു പുറത്താക്കി, ഇവരെ നഗ്നതയെല്ലാം മറച്ചു കർത്താവ് പുറത്താക്കിയ ശേഷം ഇവരെ മാറിയപ്പോൾ ഏദൻ തോട്ടത്തിനകത്ത്
ആമേ കെരൂബുകളെ കാവൽ നിർത്തി. സ്തോത്രം പറഞ്ഞാട്ടെ. കെരൂബുകളെ കാവൽ നിർത്തി. വെറുതെയല്ല, കറങ്ങുന്ന വാളും പിടിച്ച് കെരൂബുകളെ അവിടെ കാവൽ നിർത്തി. 6 ചിറകുള്ള കെരൂബുകളെ പറന്നുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവർ പറന്നുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് ആമേ സ്തോത്രം പറന്നുകൊണ്ട് അവർ പറയുന്നു, യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവന്റെ നാമം ആമേ ഭൂമിയിലെങ്ങും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ പരിശുദ്ധൻ അവൻ പരിശുദ്ധൻ അവൻ പരിശുദ്ധൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവത്തിന്റെ അദർശ്യമായ കരം ഈ പകൽക്കാലം പ്രവർത്തിക്കണമെങ്കിൽ വലിയവനായ ദൈവമേ എന്നോട് നീ ഇടപെടണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പൈതല് ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ പകൽക്കാലം ദൈവം നിന്നോട് ഇടപെടുവാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. കെരൂബുകളെ ഇരുന്ന വാൾ, ഇരുവായ്ത്തുള്ള വാൾ കെരൂബുകളെ ഇരിക്കുക. ആ വാളാണ് ഈ വാൾ. ആമേ സ്തോത്രം. കർത്താവ് കൊടുത്തിട്ടുള്ള വാൾ മനസ്സിലായോ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ ആമേ മൂർച്ചയുള്ളതും, ഹല്ലേലൂയ, പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും. ഒന്ന് പ്രാണനെ, നിന്റെ പ്രാണനോട് പോരാടി നിൽക്കുക. വർഷങ്ങളായിട്ട് നിന്റെ പ്രാണനെ ഒന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, നിന്റെ പ്രാണനെ നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ നിന്ന് ആമേ പിടിച്ചിറക്കുവാൻ ശത്രു എത്രയോ വട്ടം നിന്റെ കുടുംബത്തിലേക്ക് കയറി വന്നു. സ്തോത്രം. എന്നാൽ ദൈവവചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ മുൻകൂടാരത്തെ ഇടിക്കണം. നീ കെട്ടിപ്പൊക്കിയ ഒരു കൂടാരമുണ്ട്. നിന്റെ പേരും പദവിയും പ്രശസ്തിയും വച്ച് നീ കെട്ടിപ്പൊക്കിയ ഒരു കൂടാരമുണ്ട്. ആ കൂടാരം ഇടിയണം. പൗലോസ് പറയുന്നത് മുൻകൂടാരം ഇടിയണം. മുൻപേ നീ കെട്ടിപ്പൊക്കിയ കൂടാരമുണ്ട്. ആ കൂടാരം നീ ഏറ്റിടിക്കുമെങ്കിൽ ആമേൻ, ഇന്ന് പകൽക്കാലം വേറൊരു കൂടാരം ഇറങ്ങി വരും. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ കൂടാരം. ആ കൂടാരത്തിൽ ആമേ ശത്രുവിന് അവകാശമില്ല. പക്ഷെ നീ കെട്ടിപ്പൊക്കിയ കൂടാരം ഇന്ന് പകൽക്കാലം തകർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 1 പ്രാണനെയും 2 ആത്മാവിനെയും. സ്തോത്രം. അപ്പൊ 1 പ്രാണൻ, 2 ആത്മാവിനെയും, 3 ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ആമേ ഹൃദയത്തിലെ ആമേ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിക്കുന്നതുമാകുന്നു. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അതാ ചോദിക്കുന്നത്, എങ്ങനെ മനസ്സിലായി എന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ? വചനമാകുന്ന ക്രിസ്തു നിന്റെ കുടുംബത്തിൽ നായകനായി ഇറങ്ങി വരുമ്പോൾ പിന്നെ അവിടെ എന്തിനാ ഹല്ലേലൂയ വേറൊരു വ്യക്തി? കർത്താവ് നിന്റെ കുടുംബത്തിലുണ്ട്. നീ ഭർത്താവിനെ കുറിച്ച് ദൂത് പറയണം, നീ ഭാര്യയെക്കുറിച്ച് ദൂത് പറയണം. ആ ദൈവത്തിന്റെ പ്രമാണമാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിന്റെ ഭർത്താവിനെ കുറിച്ചും നിന്റെ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് ദൂത് പറയുമ്പോൾ ആ ദൂത് നീ ഏറ്റെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായി പറയുന്നത്, ആത്മാവിൽ നീ സ്തോത്രം പറഞ്ഞ്, ആത്മാവിൽ നീ സ്തുതിച്ചുകൊണ്ട്, ആത്മാവിൽ നീ ആരാധിച്ചുകൊണ്ട്, ആത്മാവിൽ കർത്താവിനെ സേവിച്ചുകൊണ്ട് ഇന്ന് മുമ്പിലോട്ട് പോകുമെങ്കിൽ 2020 കഴിയും മുൻപേ വലിയൊരു മിറക്കൽ ജീവിതത്തിലേക്ക് ദൈവം അയക്കാൻ പോകുകയാണ്. ആ ദൈവത്തിന്റെ പ്ലാനാ. ഹല്ലേലൂയ. ആ ദൈവത്തിന് വിശ്വസ്തയാണ്, ആ ദൈവത്തിന്റെ കരുതലാണ്. ആമേൻ. അത് മനുഷ്യന് ആർക്കും കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള പറയുന്നത് പ്രാണനെയും ആമേൻ സന്ധിമഞ്ചകളെയും വേർപിടിക്കുമാർ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ ദൈവബദലേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ കണ്ണിന്റെ മുൻപിൽ നഗ്നവും മറന്നതുമായി കിടക്കുന്നു. സ്തോത്രം. അപ്പോ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവായിട്ടുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവായിട്ടുള്ളതല്ല. ദൈവത്തിനെല്ലാം അറിയാം. നീ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാം, നീ എഴുന്നേൽക്കുന്നത് ദൈവത്തിന് അറിയാം, നിന്റെ നടപ്പ് ദൈവത്തിന് അറിയാം, നിന്റെ കിടപ്പ് ദൈവത്തിന് അറിയാം, നിന്റെ വായിലെ വാക്കുകൾ ദൈവം അറിഞ്ഞിരിക്കുന്നു, നിന്റെ നോട്ടം ദൈവം അറിഞ്ഞിരിക്കുന്നു, നിന്റെ ചിന്ത ദൈവം കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു, നിന്റെ എല്ലാവിധ മേഖലകളും കർത്താവ് കണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ട്? ഒന്നുമില്ല. അവിടെ പറയുന്നത് അവന് മറവായിരിക്കുന്നത് ഒരു സൃഷ്ടിയുമില്ല. അപ്പൊ ഒരു സൃഷ്ടിയും ഈ ഭൂമിയിൽ മറവായതില്ല. ഒരു ഉറുമ്പ് വരെയും ദൈവത്തിന് കാണാൻ കഴിയും. എന്താ കാര്യം? ഒരു തലമുടി നാര് നിലത്ത് വീണാൽ നമ്മുടെ കർത്താവ് കേട്ടിരിക്കുന്നു. സ്തോത്രം.
അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നത്, ആമേൻ, കർത്താവിന് മുമ്പിൽ ഒന്നുപോലും മറയ്ക്കാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. പലപ്പോഴും പലതും മറയ്ക്കാറുണ്ട്, പലപ്പോഴും പലതും മറച്ചു പിടിക്കാറുണ്ട്. എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തിക്കൊണ്ടുവരും. സ്തോത്രം. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന്റെ കണ്ണിന് അവൻ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. അപ്പൊ നമുക്ക് കാര്യമുള്ളത് ആരായിട്ടാണെന്ന് അറിയുമോ? കർത്താവുമായിട്ടാണ്. സ്തോത്രം. ഈ ഭൂമിയിലെ മനുഷ്യരായിട്ട് എനിക്ക് കാര്യമില്ല. എന്നെ വിളിച്ച കർത്താവാണ്. ആ കർത്താവായിട്ടാണ് ഈ കാര്യം തീർക്കാനുള്ളത്. എന്റെ സംഘടന കർത്താവിനോടാ പറയുന്നത്, എന്റെ വിഷയങ്ങൾ കർത്താവിനോടാ പറയുന്നത്, എന്റെ വിഷയങ്ങൾ ഹല്ലേലൂയ ഞാൻ ഭൂരിഭാഗം ദൈവത്തോടാ പറയുന്നത്, എന്റെ ആവശ്യങ്ങൾ ദൈവത്തോടാ പറയുന്നത്, എന്റെ ആമേൻ വിഷയങ്ങൾ ദൈവമായി ഷെയർ ചെയ്യണം. ആമേൻ. അല്ലാതെ വാട്സപ്പ് വഴി വോയിസ് അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. അത് വൺ വേ ആയിപ്പോവും. ദൈവത്തിന് നീ വോയിസ് അയച്ചു കൊടുക്കുമോ? ദൈവത്തിന് ഇപ്പം എല്ലാം വോയിസാ. ദൈവം പറയും, ദൈവത്തിന് പറയാൻ സമയം കൊടുക്കത്തില്ല. അവൻ കർത്താവെ നീ എല്ലാം അറിയുന്നു, ഞാൻ ഇതാ അറിയുന്നു എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്. കർത്താവ് വചനം ശരിയാ, കർത്താവ് എല്ലാം അറിയുന്നു ദൈവം, കേട്ടോ. ഒന്നും ദൈവം എല്ലാം ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നിന്നോട് പറയാനുള്ളതുണ്ട്. നമ്മളെല്ലാം വൺ സൈഡ് പ്രാർത്ഥിച്ച് കിടക്കുകയാണ്, വൺ സൈഡ് നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, പക്ഷെ ദൈവത്തിന് നിന്നോട് പറയാൻ സമയം വേർതിച്ച് വരുമ്പോൾ നീ ഉറങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് നിന്നോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി നീ തയ്യാറായി മുമ്പിലോട്ട് വരുമ്പോൾ ആരൊക്കെ നിന്റെ മുമ്പിൽ എതിരായിരുന്നാലും ദൈവം അത് നിന്റെ മുമ്പിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ വ്യക്തമായി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ടാ. എന്റെ കാര്യം പറയാൻ അവനാ എന്റെ കർത്താവ്. ആ കർത്താവിനുള്ള കാര്യം പറയുന്നത്. ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു, കർത്താവേ എനിക്ക് ഇന്നതിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. കർത്താവ് തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചോദിക്കുക. ഇതുവരെയും ചോദിച്ചിട്ട് ദൈവത്തോട് ചോദിക്ക് എന്താ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടാ നമുക്ക് കാര്യമുള്ളത്. അല്ലാതെ ഈ ഭൂമിയിലെ ആമേൻ അല്പശ്വാസമുള്ള മനുഷ്യനോടൊന്നും നീ പറയരുതേ. സ്തോത്രം. ആമേൻ. ദൈവത്തോട് നീ പറയണം. ആമേൻ. ദൈവത്തിന് നടുവാനും കഴിയും, ആമേൻ വളർത്തുവാനും കഴിയും, ആമേൻ അതിനെ മുറിച്ച് കളയാനും കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിലേക്ക് നീ അടുത്തു വരുമ്പോൾ ദൈവം നിന്നോടൊന്ന് അടുത്തു വരും. അതാ ഇവിടെ പറയുന്നത്. ആമേൻ. ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ വചനമെടുത്തവരാരും തോറ്റുപോയിട്ടില്ല. ഈ 4-ാമത്തെ അധ്യായത്തിനകത്ത് ഒരുപാട് അരുളപ്പാടുകൾ ഇവിടെ പറഞ്ഞിട്ട് ഒത്തിരി അരുളപ്പാടുകളുണ്ട് ഇതിനകത്ത്. ആമേൻ. ഇതിൽ ഒത്തുവാക്യങ്ങൾ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതൊന്നും സമയമില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ദൂതിലേക്ക് വരട്ടെ. ആത്മാവിൽ ഒന്ന് നമ്മൾ ദൈവത്തോടൊന്ന് പറയുമ്പോൾ, ആ വചനത്തിന്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒത്തിരി ആലോചനകളുണ്ട്. അതൊന്നും മറന്നു പോകരുത്. സ്തോത്രം. പലപ്പോഴും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാറിയിരിക്കും. കർത്താവെ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, കർത്താവെ എനിക്ക് ഇന്ന വിഷയങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ 10 മിനിറ്റൊക്കെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ 10 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അടുത്തൊരു 10 മിനിറ്റ് നിങ്ങൾ മിണ്ടാതിരിക്കണം. സ്തോത്രം പറയരുത്. ആമേൻ. നിങ്ങൾ കണ്ണുകൾക്ക് ഉറക്കം കൊടുക്കരുത്, ശ്രദ്ധ മാറരുത്. ആമേൻ. അടുത്ത 10 മിനിറ്റ് ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവം കേട്ടു. പക്ഷെ ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അടുത്ത 10 മിനിറ്റ് നിങ്ങൾ ദൈവസന്നിധിയിൽ മൗനമായിരിക്കണം. സ്തോത്രം. ആമേൻ പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് ആമേൻ നിങ്ങൾ മൗനമായി മുഴങ്കാലിൽ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് പറയേണ്ട ദൂത് നിങ്ങളോട് തന്നെ പറയും. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്, അന്യ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ വേറൊരു വ്യക്തിയുടെ ചെവി കൊണ്ടല്ല, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കണം. സ്തോത്രം. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ നാം തയ്യാറായി മുമ്പിലോട്ട് വരുമ്പോൾ ദൈവം ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുറക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ അതാ സംഭവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ആ മിറക്കള ആവശ്യം.
ആ മിറക്കൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ദൈവത്തോട് ആമേൻ സ്തോത്രം അടുത്തിരിക്കും ദൈവജനമേ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ ആമേൻ നന്മകൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ ദൈവത്തോട് സ്തോത്രം പറയുമ്പോൾ ദൈവം അതിനൊക്കെ മറുപടി തരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആ പ്രാണകാന്തനുമായ എത്രയും നമുക്ക് കാര്യമുള്ളത്, ആ കർത്താവുമായ എത്രയും നമുക്ക് ആലോചനയുള്ളത്, ആ കർത്താവിന് സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഇന്ന് എന്നെ സഹായിക്കണമേ. ഞാൻ പലപ്പോഴും ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ എഴിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്കൊന്ന് മനസ്സിലായി, ഈ ദൂതന്റെ മുമ്പിൽ ഞാൻ 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 10 മിനിറ്റ് ഞാൻ മൗനമായിരിക്കും. കർത്താവ് എന്നോട് സംസാരിക്കണമേ. അത് ഞാൻ കേട്ടല്ലോ അപ്പ. ആ ദൂതിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ദാവീദ് പറഞ്ഞതുപോലെ കർത്താവെ ഞാൻ അതുപോലെ ഒന്ന് മുമ്പിലോട്ട് വരികയാണ്. കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയാമോ? എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, ഇന്ന് പകൽക്കാലം കർത്താവെ ഈ തിങ്കളാഴ്ച ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു മിറക്കൽ ശുശ്രൂഷ കർത്താവെ അങ്ങ് ചെയ്യുമാറാകണമേ. ദൈവാത്മാവിൽ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജനത്തെ നയിക്കുമാറാകണമേ. ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യുവാൻ ആമേ കർത്താവെ ഈ കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം അവരോട് ഇടപെടുമാറാകണമേ. ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിക്കുമാറാകണമേ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരെ പ്രാർത്ഥന വിഷയം വിളിക്കട്ടെ കർത്താവെ. അത്ഭുതങ്ങളെ ചെയ്യണം കർത്താവെ. ദൈവശക്തി അവരുടെ മേൽ വെളിപ്പെടണമേ. കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ രോഗികൾ സൗഖ്യമാകട്ടെ. പിന്മാറ്റക്കാർ കർത്താവ് യഥാസ്ഥാനപ്പെടട്ടെ. ആത്മാവിൽ കർത്താവ് ഇവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകണം. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവാത്മാവിന്റെ വചനം ഈ പകൽക്കാലം ഐക്യത കൃപയ്ക്കായ സ്തോത്രം. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ശ്രദ്ധിക്കണമേ, എല്ലാ തിങ്കളാഴ്ചയും ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വിളിച്ചു പറയുക. ഏത് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേ. ഈ ഗോസ്പൽ ചാനലിലെ ആമേ പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അനേക സ്ഥലങ്ങളിൽ ലൈവായി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ആമേ സ്തോത്രം എഡിറ്റ് ചെയ്യുന്ന സഹോദരന്മാരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ ആ കർത്താവിൻ്റെ വേലക്കാരെ ഓർത്ത് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേ സ്തോത്രം.